51 വെട്ടിന്റെ രാഷ്ട്രീയ പക, 12 വർഷത്തെ നിയമ പോരാട്ടം. വിചാരണ കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും വീണ്ടും നിയമ പോരാട്ടം. ഇപ്പോഴിതാ സുപ്രധാന വിധിയുമായി ഹൈക്കോടതി രംഗത്ത്. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെച്ചു. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതേസമയം P മോഹനനടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് KK രമ MLA സമർപ്പിച്ച അപ്പീലും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാർ അപ്പീലും കോടതിയുടെ പരിഗണനയിലാണ്. എത്ര പ്രതികളുണ്ടെന്ന് FIR-ൽ കൃത്യമായി പറയുന്നില്ലെന്നും പലരെയും കേസിലെ പ്രതി ചേർത്തത് വ്യാജ തെളിവുകളായിട്ടാണ് എന്നുമാണ് പ്രതികളുടെ വാദം. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് KK രമ വാദിക്കുന്നു. പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ വിധിക്കണമെന്നാണ് സർക്കാരിന്റെ അപ്പീലായി കോടതിക്ക് മുന്നിലുള്ളത്. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-ന് RMP സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വിചാരണയ്ക്ക് ശേഷം 2014-ൽ MC അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, TK രജീഷ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദനടക്കം 11 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPM നേതാവായ P മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചു. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ PK കുഞ്ഞനന്ദൻ 2020 ജൂണിൽ മരിച്ചിരുന്നു. അതേസമയം RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിയിൽ പ്രതികരിച്ച് KK രമ രംഗത്തെത്തി. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നതെന്ന് പ്രതികരിച്ച് TPയുടെ ഭാര്യയും MLA-യുമായ KK രമ. 2 പ്രതികളെ കൂടി ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ആശ്വാസകരമെന്ന് പറഞ്ഞ രമ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട CPM നേതാക്കളാണ് ഇരുവരുമെന്നും ചൂണ്ടിക്കാട്ടി. കോടതി വിധിയിലൂടെ കേസിൽ CPM-ന്റെ പങ്ക് കൂടുതൽ വെളിപ്പെട്ടു. അഭിപ്രായം പറഞ്ഞതിനാണ് TPയെ വെട്ടിക്കൊന്നതെന്നും രമ പറയുന്നു. കേസിൽ വെറുതെ വിട്ട P മോഹനെതിരെ വീണ്ടും അപ്പീൽ പോകുമെന്നും രമ വ്യക്തമാക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുഞ്ഞനന്ദനടക്കമുള്ള 10 പ്രതികളെ ശിക്ഷിച്ച വിധിയാണ് ഹൈക്കോടതി ശരിവെച്ചത്. അതേസമയം KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി. എന്നാൽ മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ട വിധി കോടതി ശരിവെച്ചു. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും P മോഹനനടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് KK രമ MLA-യും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാരും സമർപ്പിച്ച അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത്.